ഒളിച്ചോട്ടത്തിൽ സംഭവിച്ചത്? എന്തിനു വേണ്ടി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു? എന്തിന് ഞാൻ മതം മാറുന്നു? എന്തിനു വേണ്ടി ഞാൻ മുസ്ലിം ആകുന്നു? ചാടാൻ നിൽക്കുന്ന എല്ലാ ചേച്ചിമാരും ഇതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി അവൾ മുസ്ലിം ആകാൻ നടക്കുകയാണ്. ആരാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട, ട്രോൾ ചെയ്യപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയും അവരുടെ ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടി പോകും. ചേച്ചിയുടെ ഭർത്താവും പുള്ളിക്കാരിയും കൂടെ ഒരു ഓട്ടയ്ക്കകത്തിരുന്ന് സംസാരിക്കുന്നതും പരസ്പരം ഉമ്മയൊക്കെ കൊടുത്തിരുന്ന് സംസാരിക്കുകയാണ്. 10-22 വയസ്സാവാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള സ്നേഹമാണ്. ഞങ്ങളിപ്പോൾ ഒളിച്ചോടി പോവാണ്. ഞങ്ങളാരും തിരക്കി വരരുത്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തിരിച്ചിവിടെ വരണം, ഇവിടെ വന്നിട്ട് 2-3 പേരെയും കൂടെ കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളുള്ള ഒരാൾ സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ ഒക്കെ ഒളിച്ചോടി പോവാണ്. ഇതെടുത്ത് ലൈവൊക്കെ ഇടുക എന്നൊക്കെ പറയണം. വെളിവുള്ള ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അന്നേരം തൊട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഒളിച്ചോടിപ്പോയി, ശരി. ആ പഞ്ചായത്തിൽ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് മലയാളി ഏതെല്ലാം ലോകത്തുണ്ടോ, ഏതെല്ലാം സ്ഥലത്തുണ്ടോ, ആ മലയാളികളെല്ലാം നിങ്ങളുടെ ഒളിച്ചോടും അറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയെയും പറ്റിച്ചിട്ട് അളയിൽ ഓടിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി പുള്ളിക്കാരി മതം മാറി മുസ്ലിം ആകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഓഡിയോ ക്ലിപ്പൊക്കെ കിടന്ന് സോഷ്യൽ മീഡിയയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനി നാട്ടിലെ മുസ്ലിങ്ങളുടെ തലയിലേക്കാണ് ഈ സാധനം വന്ന് വീഴാൻ പോകുന്നത്. പുള്ളിക്കാരിയൊക്കെ മുസ്ലിം ആകുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാ ഇനി മുസ്ലിമൊക്കെ ഒന്ന് ഒളിച്ചോടി പോയിട്ട് ഇനി വന്നിട്ട് മുസ്ലിം ആകുന്നത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കുറേ ആൾക്കാർ വന്നിട്ട് മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെയൊക്കെ തലയിലേക്ക് വന്ന് ഒരു വീഴ്ചയുണ്ട്. ഇനി എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക എന്നുള്ളതാണ്. ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പെന്നൊക്കെ പറയുന്നത്. ഇത് പലരും പറയുന്നില്ല. ഇവരെന്തായാലും തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിനകത്ത് ഒരമ്മ അച്ഛൻ, ഇവർക്ക് 2 പെൺമക്കളുണ്ട്. ആദ്യത്തെ മോൾ ഒളിച്ചോടി പോകുന്നുണ്ട്. ആ മോൾ ഒളിച്ചോടി പോകുന്നിടത്ത് അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് കരഞ്ഞിട്ട് ബഹളം വെക്കുന്നതൊക്കെ കണ്ടു. മോള് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അമ്മയെ കുറ്റം പറയുന്നു, അച്ഛനെ കുറ്റം പറയുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇവരുടെ 2 യൂട്യൂബ് ചാനലിനകത്തും ലക്ഷങ്ങളാണ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ആൾക്കാർ കുറ്റവും കുറവും വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകുന്നതാണ്. പ്രത്യേകിച്ച് സീരിയൽ കാണുന്ന ചേച്ചിമാർ യൂട്യൂബ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ കൈ കിട്ടിയപ്പോഴത്തേന് തേടി പിടിച്ച് ഇതുപോലെ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരുടെ 2ാമത്തെ മോള് വിളിച്ചോടി പോയി. റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ അമ്മയും അച്ഛനും കൂടി ഇരുന്ന് കരയുന്നു, ബഹളം വെക്കുന്നു. മോള് പുതിയ ഭർത്താവുമായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് അമ്മയുടെ അച്ഛനെ കുറ്റം പറയും. ഇവിടെ ഇരുന്ന് അമ്മയും അച്ഛനും കൂടെ മോളെ കുറ്റം പറയും. ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ്. ഇതേ മാതൃകയിൽ ചിലപ്പോൾ ഒളിച്ചോടിപ്പോയ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും മണിക്കൂർ വെച്ച് ഈ യൂട്യൂബ് ചാനലിൽ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട്. നോക്കിക്കോ, ഇത് നടന്നിരിക്കും. സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ ഉറപ്പ് ഒളിച്ചോടി പോകുന്നു. 2നും വെളിവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് ഇവരൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. ഞങ്ങൾ കാത്തിരുന്ന നിമിഷമാണ്, ഞങ്ങളിങ്ങനെ പോവുകയാണ്, അതിനുശേഷം എന്താണ് സാലറി കിട്ടുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ആലോചിക്കുന്നു, ഇത്രത്തോളം വെളിവില്ലാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടോ? ഒന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ വല്ലതും ഉണ്ടോ? ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ വല്ലതും ഉണ്ടോ? ഈ ജന്മത്തിന് നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്? ഈ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഇൻ്റർനെറ്റ് യുഗമാണ്. ഈ സാധനം ലോകം മുഴുവൻ കിടന്ന് കളിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും നിങ്ങളെ തിരിച്ചറിയും. ആ ഉമ്മ കൊടുത്തുകൊണ്ടിരുന്ന ചേട്ടനുണ്ടല്ലോ, ഓട്ടയ്ക്കകത്തിരിക്കുന്നത്, ആ പെൺകുട്ടി ഉണ്ടല്ലോ, നിങ്ങളെ ലോകത്തെവിടെ പോയാലും തിരിച്ചറിയും. ആദ്യത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു ഫാമിലിയിലൊക്കെ ജീവിക്കാൻ നേരത്തും ഈ ഫാമിലി വാല്യൂവിന് വലിയ പ്രാധാന്യമുണ്ട്. അത് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ വാല്യൂ നഷ്ടപ്പെടുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പെങ്ങളെപ്പോലെ കാണേണ്ട ഒരാളെ കൊണ്ട് ചേട്ടൻ ഒളിച്ചോടുന്നു, ആങ്ങളെപ്പോലെ കാണേണ്ട ഒരാളെ കൊണ്ട് പെങ്ങൾ ഒളിച്ചോടി പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ട്, സ്വന്തം ചേച്ചി, നിങ്ങളുടെ ബ്ലഡാണത്. അവർ വർഷങ്ങളോളം നിങ്ങളോടൊപ്പം ജീവിച്ച ഒരാളാണ്. അവരെപ്പറ്റി ഒന്ന് ആലോചിക്കായിരുന്നു. ഇതെനിക്ക് പലപ്പോഴും ഇന്നലത്തെ ആ വാർത്ത കണ്ടപ്പം തൊട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, അവരെപ്പറ്റി ജസ്റ്റ് ആലോചിക്കാറ്. അവർക്കൊരു കുട്ടിയുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ നമ്മൾ ഗുരുവായൂർ ഭാഗത്താണ് ഇവരുടെ വീടെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇത് വളർന്നു വരാൻ നേരത്ത് ഈ കുട്ടി കേൾക്കേണ്ട കുറേ ഇൻസൾട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണം. ഇത് വെളവും ബോധമില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. കുറേ പെൺകുട്ടികളുണ്ട്, ഇവർക്ക് ബോധമില്ല. 10-18 വയസ്സാകുമ്പോഴത്തേന് കണ്ട ടീമിൻ്റെ കൂടെ വിളിച്ചു കൊടുക്കും. അതുവരെ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരെയൊക്കെ മാറുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഒളിച്ചോടി പോവുക. ജീവിതം ഗോപി വരയ്ക്കുന്ന സീന. പഠിച്ച് വല്ല ജോലിയൊക്കെ മേടിച്ച് അന്തസ്സായി ജീവിച്ചുകൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ. ഇനി യൂട്യൂബ് ചാനലുമായിട്ട് വന്നിട്ട് ഗൈസ്
എൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചതെന്ന് ഒളിച്ച് കൊണ്ടുപോയ മറ്റേ ചേട്ടനുണ്ടല്ലോ, ചേട്ടനും ഇറങ്ങിപ്പോയ കൊച്ചുണ്ടല്ലോ, ഈ കൊച്ചും കൂടെ ചിലപ്പോൾ ഓരോ യൂട്യൂബ് ചാനലായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണ് എൻ്റെ ലൈഫിൽ നടന്നത്, എന്താണെന്ന് ഒളിച്ചോട്ടത്തിൽ സംഭവിച്ചത്, എന്തിനു വേണ്ടി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു, എന്തിന് ഞാൻ മതം മാറുന്നു, എന്തിനു വേണ്ടി ഞാൻ മുസ്ലിം ആകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിക്കവാറും ഈ പെൺകുട്ടി വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഒരു വീഡിയോ ഇടാൻ സാധ്യതയുണ്ട്. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഈ ചേച്ചിമാരൊക്കെ നേരെ പോയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് പറ്റി എൻ്റെ കുഞ്ഞു കുട്ടി, എന്താ മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ ഇത് കേൾക്കുന്ന രസമാണല്ലോ അല്ലേ അല്ലേ ചേച്ചിമാർ കാണുമല്ലോ ഇതിനകത്ത്, നിങ്ങൾക്ക് രസമല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? സത്യസന്ധ അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും കേരളത്തിലെ ഈ പെൺകുട്ടി എന്തിനാണ് ഇപ്പം മുസ്ലിമായിട്ട് മതം മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പണി വരുന്നുണ്ടെന്നല്ലേ ശരിയിൽ കേട്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ട് പേജ് കടന്ന് ഫോളോ ചെയ്യുക. ബേസിക്കായിട്ട് ഒരു ഫാമിലി വാല്യൂ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണിത്. സ്വന്തം മോളുള്ളപ്പം, ഭാര്യയുള്ളപ്പം ഭാര്യയുടെ അനിയത്തിയുടെ ഒളിച്ചോടി പോകുന്നു, അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊക്കെ ഒളിച്ചോടി പോകുന്നു. ഇതൊക്കെ എടുത്ത് ലൈവ് ഇടുന്നു, ലോകത്തെ മുഴുവൻ കാണിക്കുന്നു. ഇപ്പോൾ രണ്ടുപേര് രണ്ട് ഭാഗത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു പറയുന്നു, കയ്യിലെ പണമെല്ലാം പോയെന്ന് പറയുന്നു, വീട്ടുകാർ തിരിച്ചു കയറ്റത്തില്ലെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. എല്ലായിടത്തും പോയി ജോലി ചെയ്ത് ഇച്ചിരി വെയിലുള്ളുമ്പം ചിലപ്പം നല്ല ബുദ്ധി അങ്ങ് തെളിയിക്കും. രണ്ടുപേർക്കും, പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബോധമില്ലാതെ നിൽക്കുന്ന, ഇപ്പം ചാടാൻ നിൽക്കുന്ന എല്ലാ ചേച്ചിമാരും ഇതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. ചാടുന്നതിന് മുമ്പ് സ്വന്തം വീട്ടുകാരെയൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം. നമ്മുടെ ചിലപ്പോൾ ഒരു തീരുമാനം ലൈഫ് കോഞ്ഞാട്ടയായി പോയാൽ അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.